സോണിയാഗാന്ധി നാളെ കേരളത്തിലെത്താനിരിക്കെ കോൺഗ്രസിലെയും UDF-ലെയും ഭിന്നത രൂക്ഷമാവുകയാണ്. ഡാറ്റാ സെന്റർ കൈമാറ്റ കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന സർക്കാർ നിലപാടാണ് പുതിയ വിവാദത്തിന് കാരണം. UDF-ലോ കോൺഗ്രസിലോ ആലോചിക്കാതെ ഇത്തരമൊരു തീരുമാനമെടുത്തത് ശരിയായില്ല. CBI അന്വേഷണമാണ് വേണ്ടത്. CPM-നെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും K. മുരളീധരൻ MLA പറഞ്ഞു. ഡാറ്റാ സെൻ്റർ അത് സംബന്ധിച്ച കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചുവെന്ന് ഇന്ന് പത്രങ്ങളിൽ വായിച്ചു. ശരിയല്ല. UDF-ലും കോൺഗ്രസിലും ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ. CBIക്ക് വിടണമെന്നുള്ള ഒറ്റക്കെട്ടായി UDF ആവശ്യപ്പെട്ടാണ്. പിന്നെ എന്തടിസ്ഥാനത്തിൽ പിൻവലിച്ചു എന്നറിയില്ല. അത് ദൗർഭാഗ്യകരമാണ്. അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ പിൻവലിക്കുക വേണം. ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. എന്ത് താല്പര്യം ഉണ്ടെങ്കിലും ശരി. ഇപ്പോൾ ഞങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നു എന്നാണ്. ഇപ്പോൾ എടുക്കുന്ന പല നടപടികളും മാർക്സിസ്റ്റ് പാർട്ടിനെ സഹായിക്കാനാണ്. TP ചന്ദ്രശേഖരൻ കേസിലെ സംഭവങ്ങൾ ഉൾപ്പെടെ ഡാറ്റാ സെൻറ്റർ ഉൾപ്പെടെയുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കരുത്ത് നൽകുന്ന കാര്യമാണ്. അത് അംഗീകരിക്കാൻ സാധ്യമല്ല. സർക്കാർ തീരുമാനത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മന്ത്രിസഭാ തീരുമാനം ദല്ലാൽ നന്ദകുമാറിനെ അറിയിച്ചത് ഒരു മന്ത്രിയാണെന്നും PC ജോർജ് തുറന്നടിച്ചു. ആരോപിക്കപ്പെടുന്നത് നന്ദകുമാർ ഒരേ പക്ഷികളാണ്. അല്ലെങ്കിൽ എങ്ങനെ ക്യാബിനറ്റിന്റെ പേജ് നമ്പർ വെച്ച് സുപ്രീം കോടതി എത്തി ഓപ്പൺ കോടതി ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആര് ചോർത്തി കൊടുത്തത്? ഡാറ്റാ സെന്റർ കൈമാറ്റ കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം.